ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയ്ക്കിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തോളം നീണ്ടു നിന്ന് നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസത്തെ കാര്യങ്ങളായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാൻ അങ്ങനെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടിഷ്യൂ കൾച്ചറാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ലീനിങ് മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ലാഫ് എന്ന് പറയുന്നത്, ലാമിനാർ എയർ ഫ്ലോ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വയ്ക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും അതിൻ്റെ വേരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇലയോ, അല്ലെങ്കിൽ റൈസോ, കിഴങ്ങുണ്ടല്ലോ ആ ഭാഗമോ, അതിൻ്റെ വിത്ത്, കായ, അങ്ങനെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചെടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മെത്തഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവരുണ്ടാവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ എടുക്കുന്ന ചെടികൾ നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ അവിടെ ലാബിലുള്ളൊരു ചേച്ചി, റിസ്വാന ചേച്ചിയും പിന്നെ സതി മാമും കൂടിയായിരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും കാണിച്ചു തന്നതും. അപ്പോൾ ഇത് CMPRലെ ഒരു ലാബാണ്. ഇത് പുറത്തുള്ള ലാബാണ് കേട്ടോ. ഫുള്ളി സ്റ്റെറിലൈസ് ആയിട്ടുള്ള അകത്തേക്കുള്ള ഒരു ലാബ് കൂടിയുണ്ട്. വന്നെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഭയങ്കര ഹൈജീനായിട്ട് വേണം അതിലേക്ക് കയറാൻ. അതുപോലെ നമുക്ക് ജലദോഷം, പനി, തുമ്മൽ, ചുമ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ലാബിലേക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പിറ്റേ ദിവസം എനിക്ക് പനി പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള പരിപാടികൾ ചെയ്യാമെന്നല്ലാതെ ഉള്ളിലേക്കുള്ള ലാബിലേക്ക് എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കയറാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിനും ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫുള്ളി സ്റ്റെറിലൈസ് ആയിട്ടുള്ള ലാബുണ്ട്. പക്ഷെ അവിടേക്ക് കയറാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ കയറി, ഞാൻ വിചാരിച്ചത് അന്നും ഇനി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കയറാനായിട്ടൊക്കെ പറ്റി. ഫസ്റ്റ് തന്നെ നമ്മുടെ കോട്ടൊക്കെ സ്റ്റെറിലൈസ് ചെയ്യും കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള. അങ്ങനെ ലാബ് കോട്ടൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ 8 ദിവസം എൻ്റെ കോട്ട് മാത്രം അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് വെച്ചു. പിന്നെ ലാസ്റ്റ് ദിവസം ആയപ്പോഴേക്കാണ് എനിക്കത് ഇടാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഞാൻ വിചാരിച്ചു അത് മടക്കി കൂട്ടി വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോണ്ടി വരുന്നായിരുന്നു. പക്ഷെ എന്തോ കാണാനായിട്ടൊക്കെ പറ്റി കേട്ടോ. പിന്നെ ഇതാണ് സതി മാം. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മൾ ആൽക്കഹോൾ വെച്ചിട്ട് കംപ്ലീറ്റ് വൈപ്പ് ചെയ്യും. അങ്ങനെ ലാഫ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ബോട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ മീഡിയമൊക്കെ ഒഴിച്ച് നമ്മൾ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനുള്ളിലേക്കൊന്ന് വെക്കാം. അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇതിനുള്ളിലേക്ക് വെക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതാണ് കേട്ടോ, ഓട്ടോക്ലേവ് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഓരോന്നും ഇതിനുള്ളിലേക്ക് വെക്കുമ്പോഴും നമ്മൾ വീണ്ടും ആൽക്കഹോൾ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ടാണ് വെക്കുക. കാരണം അത്രയും നമ്മൾ സൂക്ഷിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെയാണ്, നല്ല വൃത്തിയോട് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലേക്ക് വെക്കണം. അതുപോലെ നമുക്ക് ഏത് പാർട്ടാണോ ചെയ്യാനായിട്ടുള്ളത് ആ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കൾച്ചർ മീഡിയയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ 1-2 മാം കാണിച്ചു തന്നായിരുന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് എല്ലാം ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ അവർ ലാബിലൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ കുറവാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ. കോട്ടയ്ക്കൽ CMPRൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എന്ത് കാര്യമായാലും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനേലും അത് നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും, അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ടുള്ളൊരിത് കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും അവർ നമ്മളെ കംപ്ലീറ്റ്ലി ചെയ്ത് തന്നെയാണ് കേട്ടോ വിട്ടത്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് മാക്സിമം എത്രത്തോളം അകത്തോട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും തന്നെ. ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കവർ ചെയ്തായിരുന്നല്ലോ, സ്റ്റെറിലൈസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ എപ്പോഴും ഈ പോർഷൻ്റെ പിടിക്കാവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷനിലൊന്നും നമ്മുടെ കൈ ടച്ച് ചെയ്യാൻ പാടില്ല. മാക്സിമം പോയാൽ ഇതുവരെ അല്ല. പക്ഷേ ഇത്രയും നമ്മളിപ്പോൾ ട്യൂബിലായാലും ട്യൂബിനുള്ളിൽ ഈ പ്രോസസ്സിൻ്റെ ഇത്രയും പോർഷൻ അകത്തോട്ട് പോവുകയാണ്, മനസ്സിലായാലും നമ്മൾ അങ്ങോട്ടൊന്നും നമ്മുടെ കൈ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ,
ചെറി പോട്ടാണ് ഇത് വലിയ ചൂടില്ല. സാധനം ഇതിനകത്ത് ബീഡ്സ് ഇട്ടിട്ടുണ്ട്. ഈ ബീഡ്സ് നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ആയിരിക്കുന്നത്. അതിപ്പോൾ ഓണാണ്, പക്ഷെ അതിലെന്തോ ചെറിയ ചൂടിൻ്റെ കുറവുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഫ്ലെയിം ഉള്ളതുകൊണ്ട് ഫ്ലെയിം ചെയ്തോളാം. ഓക്കെ. സാധാരണ നമ്മൾ ഉള്ളിൽ ചെയ്യുമ്പോൾ സ്പിരിറ്റ് ലാമ്പ് കാണില്ല. ശരിക്കും നമുക്ക് സ്പിരിറ്റ് ലാമ്പ് അല്ലെങ്കിൽ ബെൻസൺ ബേണർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷായിട്ട് ഇനിഷ്യേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇത് ഹീറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യണം. സപ്പർച്ചർ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ഈ സ്റ്റെറി പോട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ചൂട് കുറവാണ്. അതാണ് ഞാൻ കൈവച്ച് നോക്കി, ചൂട് കുറവാണ്. ചൂട് കുറവായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ട് ഫ്ലെയിം സ്റ്റെറിലൈസേഷൻ കൂടെ ചെയ്യാം. അകത്ത് കാണും, മുകളിലോട്ട് കുറവാണ്. ഇത് 23 സൈസ്, ഇത് 11 സൈസ്. 23 സൈസ് എന്ന് പറയുന്നത് ഈ വലുതിൻ്റെതാണ്, വലിയ ഹോൾഡറിൻ്റെതാണ് 23 സൈസ്. ഇത് പൊട്ടിക്കേണ്ട എങ്ങനെ വെച്ചാൽ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. ആ ആരോ മാർക്ക് ചെയ്തിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞത്. ഇതിൽ പൊട്ടിക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. നമ്മുടെ കൈ ഇതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഈ ഇതിലിതാ വെട്ടുക ഇങ്ങോട്ട് വന്നിരിക്കുന്നില്ലേ, അപ്പം ആ പൊസിഷൻ ഇതും ഇങ്ങനെ ആ പൊസിഷൻ നോക്കിയിട്ട് ഇത് വഴിയിട്ട് ഇതെടുക്കുമ്പോൾ ഇവിടെ ഈ എൻഡില്ലേ, ഇവിടെ നമ്മുടെ കൈ ടച്ച് ആവരുത്. നമ്മളിവിടെ വേണം പിടിച്ചെടുക്കാൻ. അവിടെ നിന്നൊക്കെ നോക്കിയെടുത്ത് വന്നാലും ചിലപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴായിരിക്കും ഈ നല്ല വെളിച്ചത്തിൽ നോക്കുമ്പോഴായിരിക്കും നമ്മൾ കണ്ടാമിനേഷൻ കാണുന്നത്. പക്ഷെ നമ്മൾ ആദ്യം നമ്മളിത് എടുത്തിട്ട് പൊട്ടുന്നു കൊണ്ടുവന്നതല്ലേ, കുറച്ച് മുമ്പിൽ തന്നെ ഇരുന്നതായാലും നമ്മളിത് നന്നായിട്ട് നോക്കുക കേട്ടോ. നന്നായിട്ട് വൈപ്പ് ചെയ്യുക. അബ്സല്യൂട്ട് ആൽക്കോൾ കൊണ്ടുവന്നില്ലേ?
അയ്യപ്പൻ. അപ്പോൾ ഇത് 300 TDS ആയിട്ടുള്ള. നമ്മൾ നേരത്തേക്ക് ചൂടാക്കിയല്ലോ, നമ്മൾ എപ്പോഴും നിങ്ങൾ ചൂടോടെ എടുക്കാൻ പാടില്ല. ഇത് നമ്മൾ പിടിക്കുന്ന സെൽസ് ഡെറ്റായി, അപ്പം അത് ഡെറ്റായിപ്പോയാൽ പിന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടില്ല. പക്ഷെ നമ്മളെപ്പോഴും അത് തണുത്തതിന് ശേഷമേ ചെയ്യാവൂ കേട്ടോ. അപ്പം ഇപ്പം ഇത് 70% ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ ആൽക്കഹോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എടുത്തത് പുറത്ത് വയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ കാണിച്ചെടുക്കാം. പക്ഷെ നമ്മളത് ചെയ്യേണ്ട റിസ്ക്കാണ്. ചിലപ്പോൾ അഥവാ കത്തിപ്പിടിക്കുകയൊന്നും ചെയ്താൽ നല്ല പ്രാക്ടീസ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാറ്. നല്ല പ്രാക്ടീസ് ഉള്ളത് ചെയ്താലേ ശരിയാവും. അപ്പം നിങ്ങളത് ചെയ്യേണ്ട എന്തായാലും കേട്ടോ. ഉണ്ടപ്പെടുത്ത് എടുക്കുമ്പോഴേക്കും ആദ്യം ഞാൻ വെച്ചിട്ട് ഈ മീഡിയ ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് വേര് നല്ലതാണ്. അപ്പോൾ വേര് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റി കട്ട് ചെയ്ത് കൊടുക്കണം. ബ്രൈഡ് ഇട്ട് അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുക്കുമ്പോൾ നമ്മുടെ കൈ ഈ ഭാഗത്തൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം ടച്ച് ചെയ്യാതെയാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ മൗത്ത് റീജിയനിലോ ഇവിടെ ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. ഈ പേപ്പർ ഒരെണ്ണം കൂടി ഇപ്പുറത്ത് വെക്കാം. ഇപ്പുറത്ത് വെച്ചിട്ട് ഈ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുക. അങ്ങനെ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത്. പെട്ടെന്ന് വാങ്ങും. അപ്പോൾ ഒരു ട്യൂബ് എടുക്കുക, ലീഫിനെ ഇതുപോലെ പിടിക്കുക. ഹോൾഡ് ചെയ്യണമെന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ അതുപോലെ ചിലപ്പോൾ നിങ്ങൾ പൊട്ടിപ്പോയി. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് മീഡിയയിൽ ഇറക്കിയിട്ട് എന്നാൽ കൈയൊന്നും ഈ ട്യൂബ്സിൻ്റെ വക്കിൽ തട്ടരുത്. എന്നിട്ട് ഈ സൈഡ് രണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക.
എടുക്കുമ്പോഴും ഒന്നുകൂടി ചൂടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. മോഡ് വെക്കുമ്പോഴും ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി കട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ ഇതേപോലെ ഈ എഡ്ജിൽ പിടിക്കുക, അല്ലാണ്ട് പ്രസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു നോഡ് ഇറക്കി വെക്കുക. ഒരു നോഡ് ഇറക്കിയിട്ട് ബാക്കി മുകളിലേക്ക് വരുന്ന രീതി. ഈ ടിപ്പിലൊക്കെ നമ്മളെ കൈ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ആയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അവിടെ ഇതാക്കി പോകുന്നത്. ഇത്രയും ഉണ്ടാവും. പിന്നെ ഓരോരുത്തർക്കും ചെയ്ത് നോക്കാനായിട്ടുള്ള അവസരം കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരാൾ ചെയ്ത സമയത്ത് ബാക്കിയുള്ളവരിതേ അങ്ങനെ ഇരിക്കുകയാണ്. ഫസ്റ്റ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നു കേട്ടോ, എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് ഇതേ ഓരോരുത്തരുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയായിരുന്നു നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് ഓരോ സെക്ഷനിലുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ടോ. പിറ്റേ ദിവസം നമ്മൾ എക്സ്പ്ലാൻഡ് വാഷിംഗ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ കൾച്ചറിലൂടെ ഒരു ചെടീനെ ഉണ്ടാക്കിയെടുക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എടുക്കുന്ന ആ ഒരു പാർട്ട്, അതായത് ചിലപ്പോൾ ഇലയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പോഡാവാം, സീഡായിരിക്കാം, അല്ലെങ്കിൽ റൂട്ടോ സ്റ്റെമ്മോ, അങ്ങനെ ഏത് ഭാഗമാണോ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പ്ലാൻഡ് എന്ന് പറയാം. അപ്പോൾ അത് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ ലീഫ് വെച്ച് ചെയ്തെങ്കിൽ അടുത്ത ദിവസം നമ്മൾ വേറെ ഒരു പാർട്ട് എങ്ങനെ നമുക്ക് മീഡിയയിലേക്ക് വെക്കാൻ പറ്റും എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോ ഭാഗങ്ങൾ വെച്ച് ചെയ്യാനായിട്ടും ഓരോ എക്സ്പ്ലാൻഡ് എടുത്തിട്ട് ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ടും നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തന്നു, നമ്മൾ തന്നെ പ്രാക്ടിക്കലി അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡിസംബർ വെക്കേഷൻ്റെ ടൈമിലായിരുന്നു നമുക്ക് ഇൻറ്റേൺഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അവിടെയായി അങ്ങനെ പോയി. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കോട്ടയ്ക്കൽ അങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ടോ. അപ്പോൾ അവർ കേക്കൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെലിബ്രേഷൻ ഉണ്ടെന്നൊക്കെ, ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ സെലിബ്രേഷനൊക്കെ നടത്തുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മൾ വീട്ടിലൊന്നും പോകാൻ പറ്റാതെ നമുക്ക് ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇവിടെ ആണെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ അടിപൊളിയാക്കി തന്നെ പറഞ്ഞിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതും ചുരുക്കിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെ നിലമ്പൂരാണ്. അപ്പോൾ ഞാൻ പോയി വരാണ് ചെയ്തത്. ബാക്കിയുള്ളവർ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് അവരെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നു. അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം അപ്ലോഡ് ചെയ്യാം. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മാഡത്തിൻ്റെ വീടും സാറിമാരുടെ വീടും എല്ലാവരുടെയും കൂടി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റി. നമുക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും. അതുപോലെ അവിടെയുള്ള ഓരോരുത്തരും നമ്മളോട് പെരുമാറുന്ന രീതിയിലൊക്കെ ഭയങ്കര കാമായിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.